എല്ലാവർക്കും നമസ്കാരം. മാൻകൈൻഡ് ലിറ്ററേച്ചറിനെ സംബന്ധിച്ചിടത്തോളം വളരെ ധന്യമായ ഒരു നിമിഷത്തിലാണ് KLABF-ന്റെ 4ാമത് എഡിഷനിൽ മാൻകൈൻഡിൻ്റെ 3ാമത്തെ പുസ്തകത്തിൻ്റെ പ്രകാശന കർമ്മമാണ് ഈ വേദിയിൽ വെച്ച് നടക്കുന്നത്. നമുക്ക് വളരെ പരിമിതമായ സമയമായതിനാൽ ഒരു സുദീർഘമായ ഒരു സ്വാഗത ഭാഷണത്തിന് മുതിരുന്നില്ല. ഞാൻ നേരിട്ട് എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. പ്രദീപ് മാര്യൻ എഴുതിയ വെള്ളാരൻ കല്ലുകൾ തേടുന്ന പെൺകുട്ടി എന്ന നോവലിൻ്റെ പ്രകാശന കർമ്മം നിർവഹിക്കാൻ ഇവിടെ എത്തിച്ചേർന്ന മലയാളത്തിൻ്റെ പ്രിയ കവി ശ്രീ മുരുകൻ കാട്ടാക്കട, അദ്ദേഹം നമുക്ക് ഒരു ഔദ്യോഗികമായിട്ടുള്ള തിരക്കുകൾക്കിടയിലും നമുക്ക് ഈ പുസ്തകത്തിൻ്റെ പ്രകാശനത്തിന് വേണ്ടി നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെ ഞാൻ വളരെ ഹാർദവമായി ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഇന്ന് ഈ പുസ്തകം ഏറ്റുവാങ്ങുന്നത് മുരുകൻ കാട്ടാക്കടയിൽ നിന്നും പുസ്തകം ഏറ്റുവാങ്ങി പുസ്തകം പരിചയപ്പെടുത്തുന്നത് ഡോക്ടർ MD ശശിയാണ്. നമുക്കറിയാം, എഴുത്തുകാരൻ എന്ന നിലയിലും SCRT റിസർച്ച് ഓഫീസർ എന്ന നിലയിലും പ്രവർത്തന പരിചയമുള്ള അദ്ദേഹം ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. വളരെ ഹാർദവമായി അദ്ദേഹത്തെ ഞാൻ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ചടങ്ങിന് ആശംസ അർപ്പിച്ച് സംസാരിക്കുന്നത് നമ്മുടെ ക്ഷണം സ്വീകരിച്ചിവിടെ എത്തിച്ചേർന്ന മലയാളത്തിൻ്റെ പ്രിയ എഴുത്തുകാരൻ ജേക്കബ് എബ്രഹാം സാറാണ്. അദ്ദേഹം നമുക്കറിയാം, മലയാള മിഷൻ്റെ കീഴിൽ ഒരുപാട് വർഷത്തോളം പ്രവർത്തിച്ച് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം വരെ നേടിയ എഴുത്തുകാരനാണ്. മാൻകൈൻഡിന് അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കാൻ സാധിച്ചു. 8ാമതൊരു പുസ്തകം കൂടി നമുക്ക് അടുത്ത മാസം അദ്ദേഹത്തിൻ്റെ വരുന്നുണ്ട്. വളരെ സ്നേഹത്തോടെ ജേക്കബ് എബ്രഹാം സാറിനെ ഞാൻ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ചടങ്ങിൽ ഏറ്റവും നമ്മൾ പ്രദീപ് മാര്യൻ്റെ ആദ്യത്തെ നോവലാണ് വെള്ളാരം കല്ലുകൾ തേടുന്ന പെൺകുട്ടി. എനിക്ക് തോന്നുന്നു ഒരു 3 മാസം മുമ്പാണ് നമ്മൾ ഈ പുസ്തകത്തിൻ്റെ വർക്കുകൾ ആരംഭിച്ചത്. എഡിറ്റിങ്ങിൻ്റെ സമയത്തൊക്കെ വളരെ കൈയടക്കമുള്ള ഒരു രചനയായി നമുക്ക് അനുഭവപ്പെട്ട ഒരു പുസ്തകമാണ്. പ്രദീപ് മാര്യയിലാണ് ഈ ചടങ്ങിന് നന്ദി അർപ്പിച്ച് സംസാരിക്കുന്നത്. അദ്ദേഹത്തെ വളരെ സ്നേഹത്തോടുകൂടി ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ ഓരോരുത്തരെയും മാൻകൈൻഡിൻ്റെ പേരിലും ഈ പുസ്തക പ്രകാശന ചടങ്ങിൻ്റെ സംഘടന സമിതിയുടെ പേരിലും ആർദ്രമായി സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തട്ടെ. പുസ്തക പ്രകാശന കർമ്മത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ്. പുസ്തകം പ്രകാശനം ചെയ്യാൻ മലയാളത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കവി മുരുകൻ കാട്ടാക്കട അവർക്കെയും പുസ്തകം സ്വീകരിക്കാൻ ഡോക്ടർ MD ശശിയെയും ഹാർദവമായി ക്ഷണിക്കുന്നു. വെള്ളാരൻ കല്ലുകൾ തേടുന്ന പെൺകുട്ടി എന്ന ഈ മനോഹരമായ ഗംഭീരമായ ഈ പുസ്തകം രചിച്ച എൻ്റെ അനുജൻ പ്രദീപ് മാരിയിലും മാൻകൈൻഡിനും എല്ലാ തരത്തിലുള്ള ആശംസകളും നേർന്നുകൊണ്ട് ഈ പുസ്തകം മലയാള ഭാഷയിലേക്ക് സവിശേഷമായ വായനയിലേക്ക് വളരെ താഴ്മയോടെ പ്രകാശനം ചെയ്തതായി അറിയിക്കുന്നു. പ്രദീപ് പ്രവാസ ലോകത്ത് നിന്നുകൊണ്ട് മലയാള ഭാഷയ്ക്കും സംസ്കാരത്തിനും സാഹിത്യത്തിനും എല്ലാം നല്ല കനപ്പെട്ട സംഭാവന നൽകുന്ന ഒരു മലയാളി എഴുത്തുകാരനാണ്. ഞാനും പ്രദീപും തമ്മിലുള്ള ഒരു ബന്ധമെന്ന് പറയുന്നത് ഭാഷ തമ്മിലുള്ള ബന്ധമാണ്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഭാഷയുമായി നേരിട്ട് എല്ലാ ദിവസവും അഭിരമിക്കുന്നവരാണ്. അങ്ങനെ ഒരു ബന്ധമാണ് ഞങ്ങൾക്ക് തമ്മിൽ ഉള്ളത്. ഞാൻ മലയാള മിഷൻ എന്ന കേരള സർക്കാരിൻ്റെ ഭാഷയും സംസ്കാരവും പ്രചരിപ്പിക്കുന്നതിനുള്ള സ്ഥാപനത്തിൻ്റെ ചുമതല വഹിക്കുന്നു. എന്നോടൊപ്പം ആ ചുമതല വഹിക്കുന്നവരാണ് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും. അതിൽ കർണാടകത്തിലെ മലയാള ഭാഷാ പ്രചരണത്തിൽ
നിസ്തുലമായ സംഭാവന നൽകുന്ന ഒരു എഴുത്തുകാരനാണ് പ്രദീപ്. പ്രദീപ് ഭാഷയെ എല്ലാ അർത്ഥത്തിലും, വൈകാരിക അർത്ഥത്തിലും ദാർശനിക അർത്ഥത്തിലുമെല്ലാം മലയാള ഭാഷയെ നന്നായി കൈകാര്യം ചെയ്യുന്ന, നന്നായി മനസ്സിലാക്കിയ ഒരു എഴുത്തുകാരനാണ്. അതുകൊണ്ട് തന്നെ മലയാളത്തിന് കിട്ടിയ ഒരു മനോഹരമായ ഒരു സ്വത്ത് തന്നെയായിരിക്കും ഈ പുസ്തകം. നിങ്ങൾ സവിശേഷമായ അർത്ഥത്തിൽ ഈ പുസ്തകം വായിക്കുകയും തീർച്ചയായും നമ്മളുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ വെള്ളാരം കല്ല് കിടക്കുന്നുണ്ട്. ലോകത്തിന്റെ ഏത് ഭാഗത്തും അത് തേടിയുള്ള ഒരു യാത്രയാണ് നമ്മുടെ ശിഷ്ട ജീവിതം, അകത്തായാലും പുറത്തായാലും. ഇപ്പോ മലയാളിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഏറ്റവും വലിയൊരു ഒരു വേദന, ലോകത്തിന്റെ എവിടെ പോകുമ്പോഴും അവൻ നഷ്ടപ്പെട്ടു പോകുന്ന നാടിന്റെ സുഗന്ധങ്ങളാണ്, അവൻ നഷ്ടപ്പെട്ടു പോകുന്ന നാടിന്റെ അനുഭവങ്ങളാണ്. ആ അനുഭവങ്ങളെ തിരിച്ചു പിടിക്കുവാനുള്ള ശ്രമം അകത്തും പുറത്തും ഇരുന്ന് നമ്മളെല്ലാവരും ചെയ്യുന്നുണ്ട്. ഈ യാത്ര ഒരു പെൺകുട്ടിയുടെ മാത്രം യാത്രയല്ല, നമ്മുടെ എല്ലാവരുടേതുമാണ്. തീർച്ചയായും ഇത്തരം ഗംഭീരങ്ങളായ അനുഭവ ബോധ്യങ്ങളെ അടയാളപ്പെടുത്തുന്ന പുസ്തകങ്ങൾ പ്രദീപിൽ നിന്ന് ഇനിയും ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. പ്രദീപ് ഔദ്യോഗികമായി പ്രവർത്തിക്കുന്ന മേഖല വളരെ വ്യത്യസ്തമായ ഒരു മേഖലയാണ്, നമുക്കാർക്കും കടന്നു ചെല്ലാൻ കഴിയാത്ത ഒരു മേഖലയാണ്. അദ്ദേഹം യഥാർത്ഥത്തിൽ പ്രവർത്തിക്കുന്നത് കേരള ഗവൺമെന്റ് ഇന്ത്യ ഗവൺമെന്റിന്റെ റിസർവ് ബാങ്കിന്റെ ഒരു പ്രധാനപ്പെട്ട ചുമതലയാണ് അദ്ദേഹം വഹിക്കുന്നത്. അത്തരം ഒരു ചുമതല വഹിക്കുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം അത് നിലനിർത്തിക്കൊണ്ട് തന്നെ അതിൻ്റെതായ പരിശുദ്ധിയും പവിത്രതയും അതിൻ്റെതായ സുരക്ഷാ സംവിധാനങ്ങളും ഒക്കെ ഉള്ള ഒരു പ്രത്യേക ഒരു പക്ഷേ നമ്മുടെ ദേശ സ്നേഹ തൽപരമായ ചില കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു വലിയ മേഖലയിലാണ് പ്രദീപ് പ്രവർത്തിക്കുന്നത്. അങ്ങനെ ഒരു മേഖലയിൽ ഇരുന്നു കൊണ്ട് സ്വന്തം ഭാഷയെയും സ്വന്തം സംസ്കാരത്തെയും കുറിച്ച് ചിന്തിക്കുകയും ജീവിച്ചിരിക്കുന്ന കാലത്തിൽ തനിക്ക് തന്റെ ഭാഷയോട് ചെയ്യാനുള്ളത് എന്തോ അത് ചെയ്യണം എന്ന കൃത്യമായ ബോധത്തോടു കൂടി ഒരു എഴുത്തുകാരൻ എങ്ങനെയാണ് പ്രയത്നിക്കേണ്ടത്, എങ്ങനെയാണ് നിലനിൽക്കേണ്ടത് എന്നതിൻ്റെയും കൂടെ അടയാളപ്പെടുത്തലാണ് പ്രദീപിന്റെ ഈ സർഗപരമായ ഇടപെടലുകളും യാത്രയും. മലയാളം മിഷന്റെ ലോകം മുഴുവനുള്ള ഭാഷാ പ്രവർത്തകരെയും 85,000-ൽ അധികം വിദ്യാർത്ഥികൾ പ്രദീപിന്റെയും ജേക്കബ് എബ്രഹാമിന്റെയും എന്റെയും ശശി സാറിന്റെയും നേതൃത്വത്തിൽ ലോകം മുഴുവൻ മലയാള ഭാഷയും സംസ്കാരവും പഠിക്കുകയും ഗൗരവത്തോടെ ഭാഷയിൽ നടക്കുന്ന മാറ്റങ്ങളെ ശ്രദ്ധിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിന് ചുക്കാൻ പിടിക്കുന്ന ആളുകളാണ് ഈ വേദിയിരിക്കുന്ന എല്ലാവരും. അവരുടെ എല്ലാവരുടെയും നാമത്തിൽ, ലോകത്തിലെ എല്ലാ ഭാഷാ പ്രേമികളുടെയും നാമത്തിൽ മലയാളം മിഷന്റെ കൂടെ ഒരു സ്വത്തായിട്ടുള്ള പ്രിയങ്കരനായ എഴുത്തുകാരൻ പ്രദീപിന്റെ ഈ പുസ്തകം പ്രകാശനം ചെയ്യുവാൻ ഒരു വലിയ കവി എന്ന നിലയിൽ എനിക്ക് അവസരം ഉണ്ടായതിനുള്ള അഭിമാനവും സ്നേഹവും അടയാളപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ. നേരമായി നമുക്കൊരേ ആകാശം, നോവ് സൂര്യൻ മറഞ്ഞ സായന്തനം, ഒറ്റ മാത്ര കൊണ്ട് അസ്തമിക്കും മുൻപ് ഉത്സവങ്ങളായി തീർക്കണം നാളുകൾ. പുസ്തകങ്ങളെ ഉത്സവത്തിനുള്ള അടിസ്ഥാന തറയായി എടുക്കുവാൻ കഴിയുക എന്ന് പറയുന്നത് മലയാളിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. ലോകം മുഴുവൻ ഇപ്പം പുസ്തകമേളകൾ ആഘോഷിക്കപ്പെടുന്നു, കൊണ്ടാടപ്പെടുന്നുണ്ട്. ഞാൻ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പോകുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് ഈ 10-15 വർഷത്തിന് ഉള്ളിൽ ഉണ്ടായിരിക്കുന്ന വലിയൊരു സാംസ്കാരിക മാറ്റം എന്ന് പറയുന്നത് പുസ്തകമേളകളാണ്. ഈ ലോകത്ത് ഒരു കാലത്ത് ഈ സൗദി അറേബ്യയിലൊന്നും നമുക്ക് കടന്നു കയറാൻ കഴിയില്ലായിരുന്നു. 1.5 വർഷത്തിന് മുമ്പ് ഞാൻ സൗദി അറേബ്യയിൽ പോയപ്പോൾ, ജിദ്ദയിൽ പോയപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് പറഞ്ഞു ഇവിടെ ഒരു വലിയൊരു പുസ്തകോത്സവം നടക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു എനിക്കൊന്ന് ദയവായി കണ്ടാക്കൊള്ളാം, കാരണം സൗദി അറേബ്യയിൽ നടക്കുന്ന പുസ്തകോത്സവം, ഷാർജയിലും അവിടെ ഇവിടെയൊക്കെ പുസ്തകോത്സവം നടക്കുന്നുണ്ട്, പക്ഷേ സൗദിയിൽ ആദ്യം നടക്കുന്ന പുസ്തകോത്സവം ചെല്ലുമ്പോൾ ആയിരക്കണക്കിന് അവിടുത്തെ തദ്ദേശീയരായ അച്ഛനമ്മമാരും കുഞ്ഞുങ്ങളും എല്ലാം വലിയ ട്രോളികളിൽ പുസ്തകങ്ങൾ വാങ്ങി വെച്ച് ഇങ്ങനെ യാത്ര ചെയ്തു പോകുന്ന മനോഹരമായ കാഴ്ച. അവിടെ എല്ലാം മലയാളി സാന്നിധ്യമാണ്. ലോകം മുഴുവൻ ഈ പുസ്തകമേളയെ വ്യാപകമാക്കുന്ന കാര്യത്തിൽ DC ബുക്സ് പോലുള്ള മലയാളി പ്രസിദ്ധീകരണ മേഖലയിൽ നിൽക്കുന്ന ആളുകൾ ചെയ്തിട്ടുള്ള സംഭാവന എന്താണെന്ന് മനസ്സിലാക്കിയ ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ലോകം മുഴുവൻ ഈ പുസ്തകോത്സവത്തെ ഒരു ജീവിതത്തിലെ ആഘോഷമാക്കി മാറ്റിക്കൊണ്ട് ഈ തിരിച്ചുപിടിക്കലുകൾ, മതാതീതമായ സ്നേഹം കൊണ്ടുള്ള തിരിച്ചുപിടിക്കലിനിടയാക്കുന്നത്, അതിൽ ഏറ്റവും ബൃഹത്തായ ഒരു എപ്പിസോഡാണ് ഈ നിയമസഭയിലെ പുസ്തകോത്സവം. ലോകത്തൊരിടത്തും അല്ലെങ്കിൽ നിയമനിർമ്മാണം നടക്കുന്ന ഒരു നിയമനിർമ്മാണ സഭയെ പൊതുജനത്തിന് തുറന്നു കൊടുക്കുക എന്ന് പറയുന്നത് ഒരിടത്തും ഇല്ലാത്ത കാര്യമാണ്. അത് ഈ കേരളം മാതൃകയാണ്. അങ്ങനെയാണ് കേരളം പുസ്തകത്തിന്റെ പേരിൽ ഈ നിയമനിർമ്മാണ സഭ തന്നെ ജനത്തിന് തുറന്നു കൊടുത്തിരിക്കുന്നത്. വലിയ ആഘോഷത്തിന്റെ ഭാഗമായിട്ടാണ് ഈ പുസ്തകം പ്രസിദ്ധീകരിക്കപ്പെടുന്നത് എന്നുള്ളത് പ്രദീപിനെ ഏറ്റവും അഭിമാനിക്കാവുന്ന ഒരു കാര്യം കൂടെയാണ് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.
അടുത്തതായി ഈ പുസ്തകം സ്വീകരിക്കുകയും നമുക്ക് വേണ്ടി ഈ പുസ്തകം പരിചയപ്പെടുത്തുകയും ചെയ്ത ഡോക്ടർ NT ശശി അവർക്ക് നമ്മളോട് സംസാരിക്കും. പ്രിയപ്പെട്ടവരെ, മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കവി ശ്രീ മുരുകൻ കാട്ടാക്കട സർ, അതുപോലെ തന്നെ പ്രിയ സുഹൃത്തും എഴുത്തുകാരനുമായ ജേക്കബ് എബ്രഹാം, പ്രിയ സുഹൃത്തും സഹോദരനുമായ ശ്രീ പ്രദീപ് മാരിയും, ഇവിടെ അജേട്ടനെ പോലുള്ള എഴുത്തുകാരൊക്കെ ബാക്കിൽ ഇരിക്കുന്നുണ്ട്. പ്രദീപ് മാഷിൻ്റെ കുടുംബക്കാരൊക്കെ ഏതാണ്ട് എല്ലാവരും ഇവിടെ ഉണ്ട്. മലയാളത്തിൻ്റെ ഒരു പ്രിയ കവി ചൊരിഞ്ഞ വാക്കുകളുടെ ധന്യതയിൽ പ്രഭാപൂരം പരത്തി നിൽക്കുന്ന ഒരു വേദിയിലാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത് എന്നുള്ളത് എനിക്ക് ഏറെ അഭിമാനം തോന്നുന്നു. ശ്രീ പ്രദീപ്, അദ്ദേഹം നാട്ടിലല്ല ജോലി ചെയ്യുന്നത്. നേരത്തെ മുരുക സാറ് പറഞ്ഞതുപോലെ നാടുവിട്ടു പോകുന്ന മലയാളിയുടെ പ്രതിനിധിയാണ് അദ്ദേഹം. ഉപ്പുകല്ലിനും ഉരിയരിച്ചോറിനും വേണ്ടി രാജ്യം വിട്ടു പോകുന്ന ഓരോ മലയാളിയും, ലോകത്തെല്ലായിടത്തും പ്രവാസികളുണ്ട്. പ്രിയപ്പെട്ട ഒരിടത്ത് നിന്നും മറ്റൊരിടത്തേക്ക് യാത്രയാകുമ്പോൾ അവർക്ക് ചില സങ്കടങ്ങളും ഒക്കെ ഉണ്ടാകും. പക്ഷേ നാടിൻ്റെ എല്ലാ ആത്മാവിനെയും പിഴിഞ്ഞെടുത്ത് സ്വന്തം ഹൃദയത്തിൽ മൺചിത്രത്തായിട്ട് പൂട്ടി വെച്ച് കൊണ്ടുപോകുന്ന സ്വഭാവം മലയാളിക്ക് മാത്രമേ. മലയാളികളുടെ കൂട്ടത്തിൽ തന്നെ പുഴയുടെയും കായലിൻ്റെയും കടലിൻ്റെയും ഒക്കെ തീരത്ത് താമസിക്കുന്നവർക്ക് ആ പ്രത്യേകതയുണ്ടാവും. പ്രദീപ് എന്ന് പറയുന്ന ആൾ ഭാരതപ്പുഴയുടെ തീരത്ത് താമസിക്കുന്ന ഒരാളാണ്, താമസിച്ചിരുന്ന. ഞാനും അതെ. നാട്ടിലെ ഏറ്റവും വലിയ സങ്കടം എന്താണെന്ന് ചോദിക്കും. ഇപ്പൊ ഞാൻ ഭാരതപ്പുഴയുടെ തീരത്ത് വന്ന് ഇപ്പൊ തിരുവനന്തപുരത്ത് വന്ന് കുറച്ച് കാലമായി താമസിക്കുന്നു. അപ്പൊ മൈസൂരിലേക്ക് ട്രെയിൻ കയറിയോ ഫ്ലൈറ്റ് കയറിയോ പോകുന്ന പ്രദീപ് എന്ന് പറയുന്ന ആളുടെ സങ്കടം അതെനിക്ക് ഓർമ്മിക്കാവുന്നതേ ഉള്ളൂ. ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം എന്താണെന്ന് ചോദിച്ചാൽ, ഞങ്ങൾ പുഴയുടെ തീരത്ത് താമസിക്കുന്ന ആളുകൾക്ക് പുഴ മത്സ്യമാണ്. ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ പുഴയുടെ ആ വെള്ളാര മണലിൽ നിന്ന് അങ്ങനെ ആകാശത്തേക്ക് പോയി നക്ഷത്രങ്ങളെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ഇടയ്ക്ക് പുഴയിൽ ഇറങ്ങുക, മുട്ടറ്റം വെള്ളമാകുമ്പോൾ ഇക്കരയിൽ നിന്ന് അക്കരയിലേക്ക് പോവുക. അങ്ങനെ ഭൂതകാലത്തിന്റെ സർഗാത്മകമായ തുടിപ്പുകൾ എന്ന് പറയുന്നത് മുഴുവൻ ഞങ്ങളെ നാട്ടുകാർക്ക്, ഭാരതപ്പുഴയുടെ തീരത്ത് താമസിക്കുന്നവർക്ക് ഭാരതപ്പുഴയുടെ ജീവിതത്തിന്റെ മങ്ങാത്ത ഓർമ്മകളാണ്. അപ്പൊ ഈ പുസ്തകത്തിനകത്ത് വെള്ളാരം കല്ലുകൾ തേടുന്ന പെൺകുട്ടി, വെള്ളാരം കല്ല്, സാധാരണ കല്ല് കാണുന്നേക്കാൾ എനിക്ക് തോന്നുന്നത് ഭാരതപ്പുഴയുടെ തീരത്തുള്ളവരൊക്കെ വെള്ളാരം കല്ലായിരിക്കും കണ്ടിട്ടുണ്ടാകും. ഉപ്പ് പൊടിയുന്ന ആണോ എന്ന് മണലിനെ ചെറുപ്പത്തിൽ തെറ്റിദ്ധരിച്ചിരുന്ന ഒരു കാലം എനിക്ക് ഓർമ്മയുണ്ട്. നേരത്തെ സാർ സൂചിപ്പിച്ചതുപോലെ വെള്ളാരം കല്ലുകൾ തേടി എടുക്കുന്ന ആ ബാല്യകാലത്തിന്റെ ആത്മനിർവൃതിയാണ് ഒരു പക്ഷേ കഥയായി. ഈ കഥയുടെ ഒരു പ്രത്യേകതയുണ്ട്. കഥയല്ല, ഇത് നോവലാണ്. പക്ഷെ ഓരോ അധ്യായവും ഓരോ വെള്ളാരം കല്ലുകൾ പറയുന്ന കഥ. ഒന്നാമത്തെ വെള്ളാരം കല്ല് പറഞ്ഞ കഥ, രണ്ടാമത്തെ വെള്ളാരം കല്ല് പറഞ്ഞ കഥ, അങ്ങനെ 14 വെള്ളാരം കല്ലുകൾ കഥ പറയുന്നു. ഭാരതപ്പുഴ ഒരു കഥ പറയുന്നു, മണൽത്തരികൾ ഒരു കഥ പറയുന്നു, ആഖ്യാതാവ് 2 കഥ പറയുന്നു. അങ്ങനെ വ്യത്യസ്തമായ 18 അധ്യായങ്ങളിൽ 18 പേർ, അത് കൂടുതലും വെള്ളാരം കല്ലുകളാണ് സംസാരിക്കുന്നത്. കല്ലിനു കൊണ്ടൊരു കഥ പറയാം എന്ന നെഹ്റുവിന്റെ പാഠഭാഗം നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. എന്നാൽ മനസ്സിൽ സൂക്ഷിച്ചു വച്ചിരിക്കുന്ന കല്ലുകൾ, അല്ലെങ്കിൽ ഇനി തേടിയെടുക്കാൻ പോകുന്ന കല്ലുകൾ, ഒരു പെൺകുട്ടിയുടെ ജീവിതം മാത്രമല്ല. ഈ പുസ്തകം സമർപ്പിച്ചിട്ടുള്ളത് അമ്മയ്ക്കാണ്. അദ്ദേഹത്തിന്റെ അമ്മ ജീവിച്ചിരിപ്പില്ല, പക്ഷെ ചെറിയമ്മ ഇവിടെ ഉണ്ട്. അമ്മമാരുടെ ഒരു കഥ കൂടിയാണ് ഈ പുസ്തകം. ജേക്കബ് മാഷ് ഇതിനെ നിരീക്ഷിച്ചത് പെൺമയുടെ പുസ്തകം എന്നാണ്. പെൺമയുടെ പുസ്തകത്തിന് അപ്പുറത്തേക്ക് അമ്മമാരെ കോർത്തിണക്കിക്കൊണ്ട് ഈ പുസ്തകം, ഓരോ തരം അമ്മമാർ. ഇതിനകത്ത് സോമു എന്ന് പറയുന്ന ഒരു പട്ടിക്കുട്ടിയുടെ കഥ ഉണ്ട്, ഒരു അധ്യായമാണ്. ആ ഓരോ കഥ എന്ന് പറയുന്നത് ഈ നോവലിനെ നമുക്ക് ഒറ്റക്കഥയാക്കി തിരിച്ചെടുക്കാൻ പറ്റും. അങ്ങനെ 10-20 കഥകൾ ഇതിനകത്തുണ്ട്. പക്ഷെ എല്ലാ കഥകളും തമ്മിൽ ചേർന്ന് പോകുന്ന വളരെ സുഘടിതമായ ഒരു ഘടനയുള്ള, അന്തർധാരയിൽ എല്ലാ കഥാപാത്രങ്ങളും പരസ്പരം ബന്ധപ്പെടുന്ന അനിർവചനീയമായ ഒരു അനുഭൂതി നമുക്ക് നൽകുന്ന തരത്തിലാണ് ഈ കഥ. അതിലൊരു കഥയാണ് സോമു എന്ന് പറയുന്ന ഒരു പട്ടിയുടെ കഥ. ആ പട്ടിയെ സ്നേഹിക്കുന്ന അമ്മ കുട്ടിയെ സ്നേഹിക്കുന്നതിനേക്കാൾ പട്ടിയെ സ്നേഹിക്കുന്നതിൽ കുട്ടിക്ക് വിരോധമുണ്ട്. അപ്പോൾ ഒടുവിൽ ആ പട്ടി ചത്തുപോയ നേരത്തെ അമ്മയോട് മകൻ ചോദിക്കും, എൻ്റെ മകനാലും മകൾ ചോദിക്കുന്നു, എൻ്റെ അച്ഛൻ മരിച്ചിട്ട് പോലും ഇത്രയും വിഷമം കാണിക്കാത്ത അമ്മ എന്തിനാണ് ഇത്രയും പ്രയാസപ്പെടുന്നത് ചോദിക്കുമ്പോൾ അമ്മയുടെ ഒരു മറുപടി ഉണ്ട്, എടാ ഈ പട്ടി ഒരു പെണ്ണായിരുന്നു എന്ന് പറഞ്ഞ. അത്രേ
പറയുന്നുള്ളൂ, ബാല്യകാല സഖിയിൽ കുരു പൊട്ടി എന്ന് പറഞ്ഞ് ബഷീർ നിർത്തുന്നത് പോലെ ആ പട്ടി ഒരു പെണ്ണായിരുന്നു എന്ന് പറഞ്ഞ അർദ്ധോക്തിയിൽ നിർത്തുക എന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങൾക്ക് വേണ്ടി ഇത്രയധികം കരയാനും പെണ്ണുങ്ങളെ ഇത്രയും ചേർത്ത് പിടിക്കാനും മറ്റൊരു പെണ്ണിനല്ലാതെ ഒരമ്മക്കല്ലാതെ മറ്റാർക്കാണ് കഴിയുക എന്നുള്ളൊരു ചോദ്യം നിലനിർത്തിക്കൊണ്ടാണ് ആ അധ്യായം അവസാനിക്കുന്നത്. ഞാൻ ഈ വേദിയിലിരിക്കുന്നവരൊക്കെ അധ്യാപകരാണ്, ഞാൻ ഒരു അധ്യാപകനാണ്. സ്ഥിരപ്പെടാത്ത അധ്യാപകന്റെ വിഷമം ഒരുപക്ഷെ മലയാള സാഹിത്യത്തിൽ ഇത്ര ദൃഢമായി ആരും പറഞ്ഞിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. പ്രദീപ് മാഷി എന്നാണ് ഞങ്ങളൊക്കെ വിളിക്കുന്നത്. അദ്ദേഹം ഇപ്പോൾ നിലവിൽ ചെയ്യുന്ന ജോലിയുടെ മുന്നേ അദ്ദേഹം അധ്യാപകനായി നാട്ടിൽ ജോലി ചെയ്തിട്ടുണ്ട്. സ്ഥിരപ്പെടാത്ത അധ്യാപകർ അനുഭവിക്കുന്ന കുറെ പ്രയാസമുണ്ട്. അവർ യഥാർത്ഥ സ്കൂളിലാണ് പോവുക, ഒരു എയ്ഡഡ് സ്കൂളിൽ അവർ പോകും, പക്ഷെ അവർക്ക് ശമ്പളമില്ല. മാനേജർ കൊടുക്കുന്ന 2000 തൊട്ട് 3000 വരെയുള്ള തുകയാണ് അവർക്ക് കിട്ടുക. അപ്പൊ വീട്ടിൽ ഭാര്യയും മക്കളും അറിയാതെ രാത്രിയിൽ മറ്റു ജോലിക്ക് പോകേണ്ടി വരുന്ന നിസ്സഹായനായ ആ അധ്യാപകന്റെ കഥ, അത് കരളരിക്കുന്ന ഒരു കഥ. ഞാൻ നിങ്ങൾ വായിക്കാനുള്ളത് കൊണ്ട് അതിന്റെ സസ്പെൻസ് പൊളിക്കണ്ട എന്നുള്ളത് കൊണ്ട് അതിനകത്ത് ഒരു അച്ഛനും മകളും തമ്മിലുള്ള അതിവൈകാരികമായ ഹൃദയമൊരുക്കുന്ന അനുഭവങ്ങളെ വാക്കുകൾ കൊണ്ട് വർണ്ണിച്ചിട്ടുണ്ട്. അതുപോലെ ഓർക്കുമ്പോൾ ഓർക്കാതിരിക്കാൻ ഓർക്കുകയും ഓർക്കാതിരിക്കുമ്പോൾ അറിയാതെ ഓർത്തു പോവുകയും ചെയ്യുന്ന നിരവധി ഓർമ്മകളാൽ ചിട്ടപ്പെടുത്തിയതാണ്. ഓർമ്മയുടെ മതിൽ പൊളിച്ചു എന്നും ഓർമ്മയുടെ മഴ പെയ്തു എന്നും ഓർമ്മയുടെ നക്ഷത്രങ്ങളെ കണ്ടു എന്നൊക്കെ പറഞ്ഞ് ഓർമ്മ എന്നുള്ളത് മറ്റൊരു കഥാപാത്രമാവുകയാണ്. എല്ലാ അധ്യായങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന ഒരു കഥാപാത്രമാണ് നിള. നിളാതീരത്തെന്നും നിളയെ കാത്തിരിക്കുമ്പോൾ നിള നമുക്ക് ഓതിത്തരുന്ന നിരവധി കഥകളുണ്ട്. അത് നിളാതീരത്തിരിക്കുന്നവർക്ക് അറിയും. അത്തരം കഥകളെയാണ് ഈ വെള്ളാരം കല്ലുകളെ കൂട്ടുപിടിച്ച് ശ്രീ പ്രദീപ് ഇവിടെ രേഖപ്പെടുത്തി വെച്ചത് എന്ന് എനിക്ക് തോന്നുന്നു. പ്രണയം എന്താ പറയാ, മനസ്സിന്റെ കാതിൽ എന്നൊക്കെ നമ്മൾ പറയുന്ന സിനിമാ പാട്ട് കേട്ടതുപോലെ പരസ്പരം ഹൃദയത്തോട് ഹൃദയം വെച്ച് സ്നേഹിക്കുന്ന നിരവധി പ്രണയികളെ ഈ പുസ്തകത്തിൽ കാണാം. മീര എന്ന് പറഞ്ഞൊരു അധ്യായം തന്നെയുണ്ട്. മീരയേക്കാൾ പ്രണയത്തിന്റെ സിമ്പൽ, പ്രണയത്തിന്റെ പ്രതീകം മറ്റെന്തുണ്ട് എന്ന് അദ്ദേഹം ചോദിക്കുന്നു. ഇതിനു മുമ്പ് ഇവിടെ നടന്ന പുസ്തക പ്രകാശനത്തിന്റെ ഭാഗമായി വളരെ ബഹുമാന്യനായ വ്യക്തി സംസാരിക്കുമ്പോൾ ഇതൊരു കെട്ടകാലമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. ഇത് കെട്ടകാലമാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് ഞാൻ അവിടെ നിന്ന് അപ്പൊ തന്നെ എൻ്റെ അടുത്ത് നിന്ന സുഹൃത്തിനോട് പറഞ്ഞു. ഇത് വളരെ പ്രത്യാശഭരിതമായ എന്താ പറയുക, പുള്ളി ചില കള്ളത്തരങ്ങളെയൊക്കെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് അത് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിന് മറുപടി എന്നുള്ള നിലയ്ക്കല്ല, പക്ഷേ ഒന്നും നശിച്ചു പോകില്ല, വല്ലതും ശേഷിക്കുമെന്ന് വിചാരിക്കെ എന്തെന്തിതൻ കരളിൽ ആനന്ദവും മിഴിയിൽ സന്തോഷവും പുതിയ ഭാവിയുടെ തെളിവാർന്ന സൂര്യപ്രകാശവും എന്ന് പുനലൂർ ബാലമാഷയുടെ ഒരു കവിതയുണ്ട്. പുതിയ ഭാവിയുടെ തെളിവാർന്ന സൂര്യപ്രകാശം നമുക്ക് അനുഭവപ്പെട്ടുകൊണ്ടേയിരിക്കും. എവിടെയെങ്കിലും ഒളിച്ചിരിക്കുന്ന കാട്ടുകള്ളന്മാരെയൊക്കെ അർദ്ധരാത്രിക്ക് പോയി പിടിക്കുന്ന പോലീസുള്ള നാട്ടിൽ നമുക്ക് ഇതൊരു കെട്ടകാലമാണെന്നൊന്നും പറഞ്ഞ് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഈ കാലം വളരെ പ്രതീക്ഷയുടെ, എന്നും കൊതിക്കലാണ്, എന്നും ഭജിക്കലാണ്, എന്നും പ്രതീക്ഷിക്കലാണ് സൗഖ്യമെന്ന് കവി പറഞ്ഞിട്ടുണ്ട്. പ്രതീക്ഷയുടെ മനസ്സ് വാടാതെ സൂക്ഷിക്കുന്ന ഇത്തരം പുസ്തകങ്ങൾ, ഇങ്ങനെ നൂറുകണക്കിന് പുസ്തകങ്ങൾ ഓരോ ദിവസവും ഇവിടെ വെളിപ്പെട്ടു വരുന്നു, വായനയ്ക്ക് വേണ്ടി ഉപയുക്തമാക്കപ്പെടുന്നു. ഇവിടെ സമയത്തിന്റെ പരിമിതിയുണ്ട്, ഞാൻ അതിലേക്ക് നോക്കിയാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. ഞാൻ വിചാരിച്ചതിനേക്കാൾ 1 മിനിറ്റ് ഞാൻ അധികം എടുത്തിട്ടുണ്ട്. ഏതായാലും പുസ്തകം എഴുതാനും വായിക്കാനും കഴിയുന്നത് ഭാഗ്യം എന്ന് പറയുന്നത് പോലെ ഏറ്റവും മികച്ച പുസ്തകങ്ങൾ വായിക്കാൻ കഴിയുന്നതും വലിയ ഭാഗ്യമാണ്. അങ്ങനെ ഹൃദയഹാരിയായ, പരസ്പരം സംവദിക്കുന്ന, കാലാതീതമായ ഒരു മിസ്ഡ് കോൾ എന്ന് പറയുന്ന ഒരു അധ്യായം ഇതിനകത്തൊരു വെള്ളാരക്കല്ല് പറയുന്നുണ്ട്. പുതിയ കാലത്തിന്റെ സാങ്കേതിക വിദ്യയെ സംബന്ധിച്ചൊക്കെ പരാമർശിക്കുന്ന കാലാതിവർത്തിയായ എന്നാൽ വർത്തമാന കാലാസ്പദമായ ഒരു പുസ്തകമാണ് ഇത്. കമ്പ്യൂട്ടറിന്റെ കാലമാണ്. കമ്പ്യൂട്ടറിൽ കഥ എഴുതുന്നു, കമ്പ്യൂട്ടറിൽ ഇടപെടുന്നു, കമ്പ്യൂട്ടറിൽ എല്ലാം വിവര സാങ്കേതിക വിദ്യയുടെ കുത്തൊഴുക്കിന്റെ ഒരു ലോകമാണ്. പക്ഷെ മനുഷ്യന്റെ കണ്ണീര് തുടയ്ക്കാൻ കമ്പ്യൂട്ടറിന് കൈമുളയ്ക്കുന്ന കാലം വരെ നിലനിന്ന് പോകാവുന്ന തരത്തിലുള്ള ഒരു സാഹിത്യ സൃഷ്ടിയാണ് എൻ്റെ പ്രിയ സുഹൃത്തിന്റെ വെള്ളാരം കല്ലുകൾ തേടുന്ന പെൺകുട്ടി. സമയ പരിമിതി മൂലം ഇതിന്റെ അലകും മൂലയും ഒക്കെ ഒന്ന് പരിചയപ്പെടുത്തി പോകാനേ കഴിയൂ. എന്തായാലും നിങ്ങളുടെ വായനാമുറിയിൽ നിർബന്ധമായി ഉണ്ടാകേണ്ടതും നിങ്ങൾ ഓരോരുത്തരും എടുത്ത് വായിച്ച് ഹൃദയത്തോട് ചേർത്ത് വെച്ച് മുന്നോട്ട് കൊണ്ടുപോകേണ്ടുന്ന നിങ്ങളുടെ വീട്ടു ലൈബ്രറിയിൽ ഉണ്ടാകേണ്ട ഒന്നാണ് ഈ പുസ്തകം എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ പ്രിയ സുഹൃത്തിനെ
ഹൃദയത്തോട് ചേർത്ത് വെച്ച് അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിക്കും. അടുത്തതായി ഈ ചടങ്ങിന് ആശംസ അർപ്പിച്ചുകൊണ്ട് നമ്മുടെ പ്രിയങ്കരനായ എഴുത്തുകാരൻ ഇബ്രാഹിം സാർ നമ്മളോട് സംസാരിക്കും. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. വേദിയിൽ നമ്മുടെ മലയാളത്തിലെ പ്രിയ കവി മുരുകൻ കാട്ടാക്കട, എഴുത്തുകാരനും എൻ്റെ സഹപ്രവർത്തകനുമായിരുന്ന ഡോക്ടർ എം ടി ശശി, ഇന്നത്തെ നോവലിസ്റ്റ്, ഇന്നത്തെ പുസ്തകത്തിൻ്റെ താരം, പ്രിയ സുഹൃത്തും മലയാള മിഷന്റെ ഹൃദയ ബന്ധുവുമായ പ്രദീപ് മാരിയും, ഒപ്പം പ്രസാധകൻ, ഉയർന്നു വരുന്ന പ്രസാധകനായ മാൻകൈൻഡിലെ സായുജ്. നമുക്കറിയാം, നോവലുകൾ എന്ന് പറയുന്നത് ആണ് ഇന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ വായിക്കപ്പെടുന്ന ഒരു സാഹിത്യ വിഭാഗം. ദിവസവും അനവധി നോവലുകൾ നമ്മുടെ വായനയ്ക്കായിട്ട് ലോകത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓർഹാൻ പാമുക് എന്ന് പറയുന്ന എഴുത്തുകാരൻ പറഞ്ഞിരിക്കുന്നത് ഓർമ്മകളുടെ എഴുത്താണ് നോവൽ എന്നാണ്. ഓർമ്മകളെ അത് രേഖപ്പെടുത്തി വെക്കുന്നു. പ്രദീപിന്റെ പുസ്തകത്തിൽ ഈ നോവൽ ആദ്യം തന്നെ എനിക്ക് വായിക്കാൻ ലഭിച്ചിരിക്കുന്നു. ഇതിന് ബ്ലർബ് എഴുതാനായിട്ട് എനിക്കൊരു അവസരം ലഭിക്കുകയുണ്ടായി. ഇത് വായിച്ചപ്പോൾ തന്നെ ഈ നോവലിന്റെ അകത്തെ നോവൽ കടന്നുപോയ ഒരാളെന്ന നിലയിൽ വളരെ മനോഹരമായ നോവലാണ്. സാധാരണ നോവലുകളുടെ ഒരു ഘടന, ആദ്യമായിട്ട് എഴുതി തുടങ്ങുന്ന ഒരാൾ എഴുതുന്ന ഒരു ഘടനയിലല്ല ഈ നോവൽ പ്രദീപ് മാരിയിൽ എഴുതിയിരിക്കുന്നത്. ഇത് മുമ്പ് സംസാരിച്ച ഡോക്ടർ എം ടി ശശി പറഞ്ഞ പോലെ കഥകളെ ചേർത്ത് വെച്ച്, വെള്ളാരം കല്ലുകൾ തേടുന്ന പെൺകുട്ടി കഥകളെ ചേർത്ത് വെച്ച് കഥകളുടെ ഒരു മാല പോലെ, എന്നാൽ അതിനൊരു ഘടന, സ്വഭാവം വരുന്ന രീതിയിൽ ആണ് ഈ നോവലിന്റെ രചന. അതുകൊണ്ട് തന്നെ ഇത് വളരെ വ്യത്യസ്തമായ ആഖ്യാന തന്ത്രമുള്ള ഒരു കൃതിയാണ് എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും. അതോടൊപ്പം തന്നെ ഇതിൽ എനിക്ക് ഏറ്റവും ഹൃദയഹാരിയായി തോന്നിയ ഒരു കാര്യം, ഇത് എഴുത്തുകാരൻ തന്നെയാണ് ഇതിലെ പെൺകുട്ടി എന്നുള്ളതാണ്. അദ്ദേഹം ഇതിന്റെ ഒരു ആമുഖത്തിൽ പറയുന്നുണ്ട്, കുട്ടിക്കാലത്ത് ഞാനൊരു എന്റെ മുഖം കണ്ടാൽ, എന്നെ കണ്ടാൽ ഒരു പെൺകുട്ടിയെ പോലെ തോന്നുമായിരുന്നു എഴുത്തുകാരൻ തന്നെ ഇതിൽ അതിന്റെ ആമുഖത്തിൽ പറയുന്നു. അപ്പം ഒരു പുരുഷനിൽ ഒറ്റയ്ക്കാവുമ്പോൾ ഒരു പുരുഷനിൽ ഒരു സ്ത്രീയും, ഒരു സ്ത്രീ ഒറ്റയ്ക്കാവുമ്പോൾ ഒരു സ്ത്രീയിൽ ഒരു പുരുഷനും ഉണ്ടാവും എന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെ പ്രദീപ് തന്റെ കുട്ടിക്കാലത്ത്, ബാല്യകാലത്ത് താൻ ഒരു പെൺകുട്ടിയാണ്, പെൺകുട്ടിയുടെ മുഖഭാവം ഉള്ളതുകൊണ്ടൊക്കെ പെൺകുട്ടിയെ പോലെ ചിന്തിക്കുകയും അവൾ കാണുന്ന സ്വപ്നങ്ങളെ പോലെ കണ്ടുപോവുകയൊക്കെ ചെയ്ത് അതിൽ കണ്ടുമുട്ടിയ കഥാപാത്രങ്ങളും ആ ഓർമ്മകളെയാണ് പ്രദീപ് മാരിയിൽ ഈ നോവലിലൂടെ എഴുതുന്നത്. അപ്പൊ എനിക്ക് ഇതിനകത്ത് ഏറ്റവും സവിശേഷമായി തോന്നിയ കാര്യം, ഈ നിളാതീരത്തും ഈ വെള്ളാരം കല്ലുകൾ എന്ന് പറയുന്ന ഉപമ തന്നെ ഈ കഥകളിലെ ഒരു സൂചകമാവുന്നുണ്ട്. ഇതിലൊരു കൃഷ്ണേട്ടനുണ്ട്, മാഷുണ്ട്, ഒരു പട്ടാളക്കാരനുണ്ട്, ഒരു പട്ടിക്കുട്ടിയുണ്ട്. ഇങ്ങനെ ഒരു പെൺകുട്ടി കടന്നു പോകാൻ, ഇതിലെ പെൺകുട്ടിക്ക് പേരില്ല. ഈ വെള്ളാരം കല്ലുകൾ തേടുന്ന പെൺകുട്ടി എപ്പോഴും പെൺകുട്ടി നമുക്ക് ആരായിട്ടും സങ്കല്പിക്കാം. നമ്മുടെ തൊട്ടടുത്ത് നമ്മളുടെ മകളായും, തൊട്ടടുത്ത് അയൽ വീട്ടിലെ ഒരു പെൺകുട്ടിയായും, അപ്പൊ വേണമെങ്കിൽ നമ്മൾക്ക് തന്നെ നമ്മുടെ തന്നെ ഭാവങ്ങളായിട്ടും നമ്മുടെ കുട്ടിക്കാലമായിട്ടൊക്കെ നമുക്ക് സങ്കല്പിക്കാൻ കഴിയുന്ന ഒരു നോവലാണ്. ഇതൊരു ബാലസാഹിത്യ കൃതിയാണോ നോവലാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. ബാല്യവും കൗമാരവും യൗവനവും വാർദ്ധക്യവും ഒക്കെയുള്ള എല്ലാവർക്കും വായിച്ച് ആസ്വദിക്കാൻ കഴിയുന്ന ഒരു നോവലായിട്ടാണ് പ്രദീപിന്റെ ഈ നോവൽ എനിക്ക് തോന്നിയിട്ടുള്ളത്. നോവലുകളെ പറ്റി പറയാറുള്ളത്, അത് ചരിത്രത്തെയും ഓർമ്മകളെയും അതോടൊപ്പം തന്നെ നമ്മുടെ പഴയ കാലങ്ങളെ വീണ്ടെടുക്കുന്നു എന്നുള്ളതാണ്. പല എഴുത്തുകാരും ആദ്യ നോവൽ എഴുതുമ്പോൾ പലപ്പോഴും ഒരു രേഖീയമായ ഘടനയിൽ ആദ്യമധ്യാന്ത പൊരുത്തമുള്ള ഒരു കഥ, ഒരു കഥാപാത്രം, ഒരു ദേശം, ഇങ്ങനെയാണ് എഴുതിയിട്ട് പോകുന്നത്. പക്ഷെ പ്രദീപിന്റെ നോവല് ആഖ്യാനത്തെ പൊളിക്കുകയും ആഖ്യാന തന്ത്രങ്ങളെ മനഃപൂർവ്വം തന്നെ ധിക്കരിക്കുകയും ചെയ്യുന്ന ഒരു ആദ്യ കൃതി എഴുതുക എന്ന് പറയുന്നത് അത്ര നിസ്സാരമായ കാര്യമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. സാധാരണ ഒരു എഴുത്തുകാരനാവാൻ ആഗ്രഹിക്കുന്ന ഒരാൾ കഥയോ കവിതയോ അതിനുശേഷമാണ് നോവലിലേക്ക് വരുന്നത്. പ്രദീപ് ആദ്യ കൃതി തന്നെ നോവലായിട്ടാണ് അദ്ദേഹം വന്നിരിക്കുന്നത്. അപ്പം തുടർന്ന് ധാരാളം എഴുതാനുള്ള ഒരു ഉറച്ച ഒരു എഴുത്തുകാരന്റെ ബോധ്യങ്ങളുള്ള കൃതിയാണിത്. അപ്പം ഉറപ്പായിട്ടും പ്രദീപിന്റെ ഈ നോവലിൽ അതിൻ്റെതായ ധാരാളം സ്പർശങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഈ കൃതിക്ക് ധാരാളം വായനാ ദൂരങ്ങൾ ആശംസിക്കുന്നു. ഒപ്പം ഈ കൃതി പ്രസിദ്ധീകരിച്ച മാൻകൈൻഡിനും എഴുത്തുകാരനും പ്രദീപ് മാരിയലിനും എല്ലാവർക്കും സ്നേഹാശംസകൾ നേരും. അടുത്തായി നമ്മളേവരും കാത്തിരിക്കുന്നത് പ്രദീപ് മാരിയലിന് ഈ നോവലിൻ്റെ വഴിയെ കുറിച്ച് നമ്മളോട് പറയാനുള്ളതാവും. അദ്ദേഹത്തെ അർദ്ധവുമായി ക്ഷണിച്ചുകൊള്ളുന്നു.
എല്ലാവർക്കും നമസ്കാരം. വേദിയിലിരിക്കുന്ന ബഹുമാന്യനായ മലയാളം മിഷൻ ഡയറക്ടർ, ഞങ്ങളുടെ സ്വന്തം പ്രിയൻ മാഷ്, അതുപോലെ തന്നെ SCRT-യുടെ റിസർച്ച് ഓഫീസർ, ഞങ്ങൾ ശശി മാഷ് എന്ന് വിളിക്കുന്ന ഡോക്ടർ MT ശശി, ഇന്നിന്റെ എഴുത്തുകാരൻ ജേക്കബ് എബ്രഹാം, നമ്മളുടെ പുതിയ കാലത്തിന്റെ പുസ്തകങ്ങളുടെ ഒരുപക്ഷെ രാജാവെന്ന് വേണമെങ്കിൽ പറയാവുന്ന ശ്രീ സായൂജ് ഒരു കഥ തുടങ്ങുകയാണ്. ഈ കഥ തുടങ്ങുമ്പോൾ ആ കുട്ടിക്ക് ഏകദേശം ഒരു 9 വയസ്സ്. ആ കുട്ടിയുടെ അമ്മയുടെ മരണ സ്ഥലത്തേക്ക്, ഒരു ആശുപത്രിയിലേക്ക് ആ കുട്ടിയുടെ അമ്മാവൻ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. ഇതൊരു നടന്ന കാര്യം. ആ അമ്മാവൻ ഇവിടെ ഇരിക്കേണ്ടതിന്റെ ഏറ്റവും മുന്നിൽ അദ്ദേഹം ഞങ്ങളെ ആ വേദിയിലേക്ക്, ആ സ്ഥലത്തേക്ക് കൊണ്ടുപോകും. അവിടെ ഇരുന്ന് ഇതൊന്നും അറിയാതെ ആ കുട്ടി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. തിളാതീരത്തിരുന്ന് ആ കുട്ടി കളിക്കുകയാണ്. ആ കളിക്കുന്ന കുട്ടിയുടെ മുന്നിൽ കഥകളുമായിട്ട് കുറേയേറെ വെള്ളാരം കല്ലുകൾ വന്നു. ഇതിൽ പറയുന്ന ഒരു കഥയും പൂർണ്ണമാണെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. കാരണം ഒരു ജീവിതവും പൂർണ്ണമല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എല്ലാ ജീവിതങ്ങളും ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്കുള്ള തുടർച്ചയാണ് എന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഒരിടത്ത് പറഞ്ഞു പോകുന്നുണ്ട്, പുഴ കടലിനെ തേടുകയാണ്. കടലിൽ എത്തിച്ചേരുമ്പോൾ പുഴ മരിക്കുന്നില്ല. പുഴ അതിന്റെ മറ്റു പല സ്വഭാവങ്ങളിലൂടെ കടലിലൂടെ പുനർജീവിക്കുക ചെയ്യും. ഇതിലെ പ്രധാന കഥാപാത്രം എന്ന് പറയപ്പെടുന്ന പെൺകുട്ടി, ചില സ്ഥലത്ത് അവളെ ഞാൻ അഭയ എന്ന് വിളിക്കുന്നുണ്ട്. അഭയ തന്റെ ജീവിതത്തിലെ കടന്നു പോകുന്ന വഴികൾ ഒട്ടും നല്ലതല്ലാത്ത ഒരുപാട് വഴികളിലൂടെ ആ പെൺകുട്ടി കടന്നു പോകുന്നത്. അതിനൊപ്പം തന്നെ അഭയ മാത്രമല്ല, അഭയെ പോലെ തന്നെ ഇഷ്ടപ്പെട്ട പുരുഷന്റെ കൂടെ വിവാഹം കഴിഞ്ഞിട്ട് തന്റെ ഇഷ്ടം മാറ്റാതെ ഇഷ്ടപ്പെട്ട പുരുഷന്റെ കൂടെ ഇറങ്ങിപ്പോയ രുക്മിണിയേടത്തി, അതുപോലെ ആകാശം സ്വപ്നം കണ്ട് ആ ആകാശത്തിന് വേണ്ടി പറക്കാൻ തയ്യാറായി നിന്നപ്പോൾ ചില അമാവാസികളാൽ പിന്തള്ളപ്പെട്ടു പോയ രജനിയേടത്തി, പ്രണയത്തിനപ്പുറം ഓർമ്മ വച്ച നാൾ മുതൽ കാമം മാത്രം കണ്ട, പ്രണയം എന്താണെന്ന് അറിയാതെ ജീവിതത്തിന്റെ ഒരു ഭാഗത്ത് ഒറ്റപ്പെട്ടു പോയ നിശീതിനി, ഇങ്ങനെ കുറേയേറെ സ്ത്രീ കഥാപാത്രങ്ങളാണ് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇത് സ്ത്രീകളുടെ മാത്രം കഥയൊന്നുമല്ല. താൻ ആദ്യം കണ്ട ഒരു സ്ത്രീ, ജീവിതത്തിൽ ആദ്യം ഒരിക്കൽ മാത്രം കണ്ടുപോയ സ്ത്രീയെ പ്രണയിച്ച് തന്റെ ജീവിതം മുഴുവൻ ആ സ്ത്രീയുമായിട്ടുള്ള താരതമ്യം കൊണ്ട് മുന്നോട്ട് പോയ ജയദേവൻ എന്ന് പറയുന്ന ഒരു പുരുഷന്റെ കഥ കൂടിയാണ്. അതുപോലെ കുറേയേറെ പുരുഷന്മാരുണ്ട് ഇതിനകത്ത്. തന്റെ ഭാര്യയെ പ്രണയിച്ച്, വിവാഹം കഴിച്ച സ്ത്രീയെ പ്രണയിച്ച് ആ സ്ത്രീ മറ്റൊരു പുരുഷന്റെ കൂടെ ഇറങ്ങിപ്പോയപ്പോ ഭ്രാന്തായി പോയ കൃഷ്ണേട്ടന്റെ കഥയാണ്. തന്റെ 9 വയസ്സ് മുതലുള്ള പ്രണയത്തെ തന്റെ ജീവിതാവസാനം വരെ കൈപിടിച്ചു കൊണ്ടുപോയ അനിരുദ്ധന്റെ കഥയാണ്. ഇങ്ങനെ കുറേയേറെ വ്യക്തികളുടെ അവർ അനുഭവിച്ച മാനസിക സംഘർഷങ്ങളുടെ അനിതര സാധാരണമായിട്ടുള്ള ഒരു ജീവിതമാണ് ഞാൻ ഇതിനകത്ത് പലരെയും ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്, ഞാൻ നേരിട്ട് സംസാരിച്ചിട്ടുണ്ട്. പല വഴികളിൽ അവരെ മറ്റു പല പേരുകളിൽ ഇന്നും ഇന്നലെയുമായി ഞങ്ങൾ കണ്ടുപോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഉറപ്പ് തരുന്നു, ഇത് അവസാനിക്കുന്ന ഒന്നല്ല. ഇതിലെ ഓരോ കഥാപാത്രങ്ങളും നിങ്ങളുടെ മുന്നിലൂടെയും കൂടെ കടന്നുപോകും. ഇന്നും നാളെയും, അല്ലെങ്കിൽ ഇനി നിങ്ങളുടെ ജീവിതത്തിൽ എവിടെയെങ്കിലുമൊക്കെ ഇവർ നിങ്ങളെ കണ്ടുമുട്ടുക തന്നെ ചെയ്യും. ഇത് ഈ പുസ്തകത്തിന് വേണ്ടിയിട്ട് ഒരുപാട് പേര് പ്രവർത്തിച്ചിട്ടുണ്ട്. എന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരോടൊക്കെ നന്ദി പറഞ്ഞ് ഞാൻ ഇത് അവസാനിപ്പിക്കുകയാണ്. എനിക്ക് ഏറ്റവും ആദ്യം നന്ദി പറയാനുള്ളത്, എന്നെ കഥകൾ കേട്ട് കഥകൾ പറഞ്ഞു തന്ന് എന്നെ ഒരു കഥാകാരനാക്കി എന്റെ ചെറിയ മോനാണ്. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു, അതുപോലെ തന്നെ ഞാൻ ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ ഒരു കാലത്ത് ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചിരുന്ന ഒരാളാണ്. ഏകദേശം ഒരു 10 വർഷം ഒരു പുസ്തകം പോലും വായിക്കാതെ ഒരു ഡാർക്കിൽ ജീവിക്കേണ്ട ഒരു അവസ്ഥ ഞങ്ങൾക്ക് വന്നിട്ടുണ്ട്. അതിനുശേഷം എന്നെ കൈപിടിച്ചു ഉയർത്തിയത് മലയാളം മിഷൻ. മലയാളം മിഷന്റെ ഒരു അധ്യാപകൻ എന്നുള്ള നിലയിൽ ഇന്ന്
മൈസൂർ മേഖലയിലായാലും കർണാടക ചാപ്റ്ററിലായാലും ശരി, ഞങ്ങളെ കൊണ്ടു നടക്കുന്ന ഒരു വലിയ വ്യക്തിത്വം ഇവിടെയുണ്ട്. മലയാളം മിഷന്റെ ബഹുമാന്യനായ ഡയറക്ടർ ശ്രീ മുരുകൻ കാട്ടാക്കട. അദ്ദേഹത്തോടുള്ള നന്ദി, കടപ്പാട് അതിവിടെ രേഖപ്പെടുത്തുകയാണ്. അദ്ദേഹത്തെ ചേർത്ത് വെക്കുമ്പോൾ ഒരു പേര് കൂടെ ഞാൻ അതിന്റെ ബാക്കിൽ വെക്കുക. അത് മലയാളം മിഷന്റെ കർണാടക ചാപ്റ്റർ പ്രസിഡന്റാണ് ഞങ്ങളുടെയൊക്കെ ദാമോദരൻ മാഷ്. പിന്നിലിരുന്നുകൊണ്ട് അദ്ദേഹം ഞങ്ങളുടെ കൂടെയുണ്ട്. അതുപോലെ തന്നെയാണ് ഡോക്ടർ MD ശശി, ഒരു SFI കാലത്തിന്റെ കൂട്ടുകാരൻ. നീ എന്തെഴുതിയാലും അത് ഞാൻ പറയുമെന്ന് പറഞ്ഞു നടക്കുന്ന ഡോക്ടർ MD ശശി. അദ്ദേഹത്തോടുള്ള സ്നേഹവും കടപ്പാടും ഞാൻ ഒന്ന് ഇവിടെ കുറിച്ചു വെക്കുന്നു. ഈ പുസ്തകം ആദ്യം നൽകിയത് പ്രിയപ്പെട്ട ജേക്കബ് എബ്രഹാമിനാണ്. അദ്ദേഹമാണ് ആദ്യം ഇത് വായിച്ചു നോക്കിയത്. ഇതിന്റെ ബാക്കിലുള്ള അത് അദ്ദേഹം എഴുതിയതാണ്. ഈ പുസ്തകത്തിൽ ഒരുപക്ഷെ എന്നേക്കാൾ കൂടുതൽ അറിയാവുന്ന, അല്ലെങ്കിൽ ഞാൻ വിട്ടുപോയ കാര്യങ്ങളൊക്കെ ഇത്രയും കൃത്യമായി പറയാൻ കഴിയുന്ന ഒരു എഴുത്തുകാരനും അദ്ദേഹം തന്നെയാണ്. ഒരു മടിയുമില്ലാതെ എന്റെ കൂടെ നിന്ന ബഹുമാന്യനായ ജേക്കബ് എബ്രഹാമിന് ഒത്തിരി സന്തോഷം, നന്ദി. പിന്നെ ഞാനൊരു പ്രിന്റർ കൂടിയാണ്. ഇങ്ങനെ ഒരു ഭംഗിയുള്ള ഒരു അവസ്ഥയിലേക്ക്, ഫോർമാറ്റിലേക്ക് മാറ്റിയത് ശ്രീ സായുജാണ്. അതിനു വേണ്ടിയിട്ട് മാൻഗാൻ കുടുംബം ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. മാൻഗാൻ കുടുംബത്തിലെ 2-3 പേരെ, ലയ, വിദ്യ, അതുപോലെ തന്നെ അശ്വിനി പോലെയുള്ള മാൻഗാൻ കുടുംബത്തിലെ എല്ലാവരെയും സ്നേഹപൂർവ്വം ഞാൻ ഓർക്കുകയാണ്. അതുപോലെ തന്നെ മലയാളം മിഷന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ ജോത്സ്യനടക്കമുള്ളവർ, പിന്നെ IPT കാലത്തിലെ എന്റെ കൂടെ നിൽക്കുന്ന ഒരുപാട് ബെൻസിവീജ് അടക്കമുള്ള കുറേയേറെ ആളുകൾ, ഇവരെല്ലാവരും കൂടി ചേർന്ന ഒരു പുസ്തകമാണ്. അതുപോലെ തന്നെ ഈ പുസ്തകത്തിന്റെ കവർ ചെയ്തിരിക്കുന്നത് എന്റെ സഹോദരൻ, ഇതിന് രതീഷാണ്. രതീഷിന്റെ ഭാര്യ ഇവിടെയുണ്ട്. അതുപോലെ ഈ പുസ്തകത്തിൽ ചിത്രങ്ങൾ വരച്ചിരിക്കുന്ന എന്റെ സഹോദരിയാണ്. അങ്ങനെ ഇതൊരു കുടുംബത്തിന്റെ കൂടെ കഥയാണ്. ഇതിനകത്ത് ഒരു വരി വായിച്ചിട്ട് ഞാൻ നിർത്തുക. ഒരേ ഒരു വരി ഞാൻ വായിക്കുള്ളൂ. കഥ കേൾക്കാനായി പെൺകുട്ടി നിളയുടെ മണൽപ്പരപ്പിൽ നിവർന്നു നിൽക്കണം. വെള്ളാരം കല്ലുകളുടെ കഥ കേൾക്കാൻ സൂര്യൻ പടിഞ്ഞാറേ മാനത്ത് കാത്തുനിന്നു. കാറ്റ് പറന്നു വന്ന് അവളുടെ മടിയിൽ നിലയുറപ്പിച്ചു. നിളയുടെ മണൽത്തരികൾ തലയുയർത്തി പെൺകുട്ടിയോട് ചേർന്നിരുന്നു. മഴമേഘങ്ങൾ വിതുമ്പലടക്കി അവൾക്ക് കാവൽ നിന്നു. നിള ഒഴുക്ക് നിർത്തി അവൾക്കൊപ്പം കഥ കേൾക്കാനിരുന്നു. വെള്ളാരം കല്ല് കഥ പറഞ്ഞു തുടങ്ങി. GV ബുക്സ് പ്രസിദ്ധീകരിക്കുന്ന 2 പുസ്തകങ്ങളുടെ പ്രകാശനമാണ് അടുത്തതായി നടക്കുന്നത്. KT ബാബുരാജ് എഴുതിയ മോസ്കോയിൽ നിന്നും ബത്ഫത്തനിലേക്ക് ഒരു പാസഞ്ചർ തീവണ്ടി, സന്തോഷ് ആവത്താൻ എഴുതി ഡോക്ടർ റിനോയ് ആന്റണിയൻ ഇംഗ്ലീഷിലേക്ക് മൊഴിമാറ്റം ചെയ്ത ടിംബോ. അടുത്തതായി ഈ ചടങ്ങിന് ആശംസ അർപ്പിച്ചുകൊണ്ട് നമ്മുടെ പ്രിയങ്കരനായ എഴുത്തുകാരൻ ജേക്കബ് എബ്രഹാം സാർ നമ്മളോട് സംസാരിക്കും. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. വേദിയിൽ നമ്മുടെ മലയാളത്തിൻ്റെ പ്രിയ കവി മുരുകൻ കാട്ടാക്കട, എഴുത്തുകാരനും എൻ്റെ സഹപ്രവർത്തകനുമായിരുന്ന ഡോക്ടർ MD ശശി, ഇന്നത്തെ നോവലിസ്റ്റ്, ഇന്നത്തെ പുസ്തകത്തിൻ്റെ താരം, പ്രിയ സുഹൃത്തും മലയാളം മിഷൻ്റെ ഹൃദയ ബന്ധുവുമായ പ്രദീപ് മാരിയിൽ, ഒപ്പം പ്രസാധകൻ, ഉയർന്നു വരുന്ന പ്രസാധകനായ മാൻഗൈൻഡിലെ സായൂജ്. നമുക്കറിയാം, നോവലുകൾ എന്ന് പറയുന്നത് ആണ് ഇന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ വായിക്കപ്പെടുന്ന ഒരു സാഹിത്യ വിഭാഗം. ദിവസവും അനവധി നോവലുകൾ നമ്മുടെ വായനയ്ക്കായിട്ട് ലോകത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓർഹാൻ പാമുക് എന്ന് പറയുന്ന എഴുത്തുകാരൻ പറഞ്ഞിരിക്കുന്നത് ഓർമ്മകളുടെ എഴുത്താണ് നോവൽ എന്നാണ്. ഓർമ്മകളെ അത് രേഖപ്പെടുത്തി വെക്കുന്നു. പ്രദീപിൻ്റെ പുസ്തകത്തിൽ ഈ നോവൽ ആദ്യം തന്നെ എനിക്ക് വായിക്കാൻ ലഭിച്ചിരിക്കുന്നു. ഇതിന് ബ്ലർബ് എഴുതാനായിട്ട് എനിക്കൊരു അവസരം ലഭിക്കുകയുണ്ടായി. ഇത് വായിച്ചപ്പോൾ തന്നെ ഈ നോവലിൻ്റെ അകത്തെ നോവൽ കടന്നുപോയ ഒരാളെന്ന നിലയിൽ വളരെ മനോഹരമായ നോവലാണ്. സാധാരണ നോവലുകളുടെ ഒരു ഘടന, ആദ്യമായിട്ട് എഴുതി തുടങ്ങുന്ന ഒരാൾ എഴുതുന്ന ഒരു ഘടനയിലല്ല ഈ നോവൽ പ്രദീപ് മാരിയിൽ എഴുതിയിരിക്കുന്നത്. ഇത് മുമ്പ് സംസാരിച്ച ഡോക്ടർ MD ശശി പറഞ്ഞ പോലെ
കഥകളെ ചേർത്ത് വെച്ച്, വെള്ളാരം കല്ലുകൾ തേടുന്ന പെൺകുട്ടി കഥകളെ ചേർത്ത് വെച്ച് കഥകളുടെ ഒരു മാല പോലെ, എന്നാൽ അതിനൊരു ഘടന സ്വഭാവം വരുന്ന രീതിയിൽ ആണ് ഈ നോവലിന്റെ രചന. അതുകൊണ്ട് തന്നെ ഇത് വളരെ വ്യത്യസ്തമായ ആഖ്യാന തന്ത്രമുള്ള ഒരു കൃതിയാണ് എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും. അതോടൊപ്പം തന്നെ ഇതിൽ എനിക്ക് ഏറ്റവും ഹൃദയഹാരിയായി തോന്നിയൊരു കാര്യം, ഇത് എഴുത്തുകാരൻ തന്നെയാണ് ഇതിലെ പെൺകുട്ടി എന്നുള്ളതാണ്. അദ്ദേഹം ഇതിൻ്റെ ഒരു ആമുഖത്തിൽ പറയുന്നുണ്ട്, കുട്ടിക്കാലത്ത് ഞാനൊരു എൻ്റെ മുഖം കണ്ടാൽ, എന്നെ കണ്ടാൽ ഒരു പെൺകുട്ടിയെ പോലെ തോന്നുമായിരുന്നു എഴുത്തുകാരൻ തന്നെ ഇതിൽ അതിൻ്റെ ആമുഖത്തിൽ പറയുന്നുണ്ട്. അപ്പം ഒരു പുരുഷനിൽ ഒറ്റയ്ക്കാവുമ്പോൾ ഒരു പുരുഷനിൽ ഒരു സ്ത്രീയും, ഒരു സ്ത്രീ ഒറ്റയ്ക്കാവുമ്പോൾ ഒരു സ്ത്രീയിൽ ഒരു പുരുഷനും ഉണ്ടാവും എന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെ പ്രദീപ് തൻ്റെ കുട്ടിക്കാലത്ത്, ബാല്യകാലത്ത് താനൊരു പെൺകുട്ടിയാണ്, പെൺകുട്ടിയുടെ മുഖഭാവം ഉള്ളതുകൊണ്ടൊക്കെ പെൺകുട്ടിയെ പോലെ ചിന്തിക്കുകയും അവൾ കാണുന്ന സ്വപ്നങ്ങളെ പോലെ കണ്ടുപോവുകയൊക്കെ ചെയ്ത് അതിൽ കണ്ടുമുട്ടിയ കഥാപാത്രങ്ങളും ആ ഓർമ്മകളെയാണ് പ്രദീപ് മാരിയിൽ ഈ നോവലിലൂടെ എഴുതുന്നത്. അപ്പം എനിക്ക് ഇതിൻ്റെ അകത്ത് ഏറ്റവും സവിശേഷമായി തോന്നിയ കാര്യം, ഈ നിളാതീരത്തും ഈ വെള്ളാരം കല്ലുകൾ എന്ന് പറയുന്ന ഉപമ തന്നെ ഈ കഥകളിലെ ഒരു സൂചകമാവുന്നുണ്ട്. ഇതിലൊരു കൃഷ്ണേട്ടനുണ്ട്, മാഷുണ്ട്, ഒരു പട്ടാളക്കാരനുണ്ട്, ഒരു പട്ടിക്കുട്ടിയുണ്ട്. ഇങ്ങനെ ഒരു പെൺകുട്ടി കടന്നു പോകാൻ, ഇതിൽ പെൺകുട്ടിക്ക് പേരില്ല. ഈ വെള്ളാരം കല്ലുകൾ തേടുന്ന പെൺകുട്ടി എപ്പോഴും പെൺകുട്ടി നമുക്ക് ആരായിട്ടും സങ്കല്പിക്കാം. നമ്മുടെ തൊട്ടടുത്ത് നമ്മളുടെ മകളായും, തൊട്ടടുത്ത് അയൽ വീട്ടിലെ ഒരു പെൺകുട്ടിയായും, വേണമെങ്കിൽ നമ്മൾക്ക് തന്നെ നമ്മുടെ തന്നെ ഭാവങ്ങളായിട്ടും നമ്മുടെ കുട്ടിക്കാലമായിട്ടൊക്കെ നമുക്ക് സങ്കല്പിക്കാൻ കഴിയുന്ന ഒരു നോവലാണ്. ഇതൊരു ബാലസാഹിത്യ കൃതിയാണോ നോവലാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. ബാല്യവും കൗമാരവും യൗവനവും വാർദ്ധക്യവും ഒക്കെയുള്ള എല്ലാവർക്കും വായിച്ച് ആസ്വദിക്കാൻ കഴിയുന്ന ഒരു നോവലായിട്ടാണ് പ്രദീപിൻ്റെ ഈ നോവൽ എനിക്ക് തോന്നിയിട്ടുള്ളത്. നോവലുകളെ പറ്റി പറയാറുള്ളത് അത് ചരിത്രത്തെയും ഓർമ്മകളെയും അതോടൊപ്പം തന്നെ നമ്മുടെ പഴയ കാലങ്ങളെ വീണ്ടെടുക്കുന്നു എന്നുള്ളതാണ്. പല എഴുത്തുകാരും ആദ്യ നോവൽ എഴുതുമ്പോൾ പലപ്പോഴും ഒരു രേഖീയമായ ഘടനയിൽ ആദിമധ്യാന്ത പൊരുത്തമുള്ള ഒരു കഥ, ഒരു കഥാപാത്രം, ഒരു ദേശം, ഇങ്ങനെയാണ് എഴുതി പോകുന്നത്. പക്ഷെ പ്രദീപിന്റെ നോവല് ആഖ്യാനത്തെ പൊളിക്കുകയും ആഖ്യാന തന്ത്രങ്ങളെ മനഃപൂർവ്വം തന്നെ ധിക്കരിക്കുകയും ചെയ്യുന്ന ഒരു ആദ്യ കൃതി എഴുതുക എന്ന് പറയുന്നത് അത്ര നിസ്സാരമായ കാര്യമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. സാധാരണ ഒരു എഴുത്തുകാരനാവാൻ ആഗ്രഹിക്കുന്ന ഒരാൾ കഥയോ കവിതയോ അതിനുശേഷമാണ് നോവലിലേക്ക് വരുന്നത്. പ്രദീപ് ആദ്യ കൃതി തന്നെ നോവലായിട്ടാണ് അദ്ദേഹം വന്നിരിക്കുന്നത്. അപ്പം തുടർന്ന് ധാരാളം എഴുതാനുള്ള ഉറച്ച ഒരു എഴുത്തുകാരൻ്റെ ബോധ്യങ്ങളുള്ള കൃതിയാണിത്. അപ്പം ഉറപ്പായിട്ടും പ്രദീപിൻ്റെ ഈ നോവലിൽ അതിൻ്റെതായ ധാരാളം സ്പർശങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഈ കൃതിക്ക് ധാരാളം വായനാ ദൂരങ്ങൾ ആശംസിക്കുന്നു. ഒപ്പം ഈ കൃതി പ്രസിദ്ധീകരിച്ച മാൻകൈൻഡിനും എഴുത്തുകാരനും പ്രദീപ് മാരിയലിനും എല്ലാവർക്കും സ്നേഹാശംസകൾ നേരുന്നു. അടുത്തായി നമ്മളേവരും കാത്തിരിക്കുന്നത് പ്രദീപ് മാരിയലിന് ഈ നോവലിൻ്റെ വഴികളെക്കുറിച്ച് നമ്മളോട് പറയാനുള്ളതാവും. അദ്ദേഹത്തെ ആർദ്രമായി ക്ഷണിച്ചോളുന്നു. എല്ലാവർക്കും നമസ്കാരം. വേദിയിലിരിക്കുന്ന ബഹുമാന്യനായ മലയാളം മിഷൻ ഡയറക്ടർ, ഞങ്ങളുടെ സ്വന്തം മുരുകൻ മാഷ്, അതുപോലെ തന്നെ SCERT റിസർച്ച് ഓഫീസർ, ഞങ്ങൾ ശശി മാഷ് എന്ന് വിളിക്കുന്ന ഡോക്ടർ MT ശശി, ഇന്നിൻ്റെ എഴുത്തുകാരൻ ജേക്കബ് എബ്രഹാം, നമ്മളുടെ പുതിയ കാലത്തിൻ്റെ പുസ്തകങ്ങളുടെ ഒരുപക്ഷെ രാജാവെന്ന് വേണമെങ്കിൽ പറയാവുന്ന ശ്രീ സായൂജ്, ഒരു കഥ തുടങ്ങുകയാണ്. ഈ കഥ തുടങ്ങുമ്പോൾ ആ കുട്ടിക്ക് ഏകദേശം ഒരു 9 വയസ്സാണ്. ആ കുട്ടിയുടെ അമ്മയുടെ മരണ സ്ഥലത്തേക്ക്, ഒരു ആശുപത്രിയിലേക്ക് ആ കുട്ടിയുടെ അമ്മാവൻ കൂട്ടിക്കൊണ്ടുപോവുകയാണ്. ഇതൊരു നടന്ന കാര്യമാണ്. ആ അമ്മാവൻ ഇവിടെ ഇരിക്കുന്നതിൻ്റെ ഏറ്റവും മുമ്പിൽ അദ്ദേഹം ഞങ്ങളെ ആ വേദിയിലേക്ക്, ആ സ്ഥലത്തേക്ക് കൊണ്ടുപോവുക. അവിടെ ഇരുന്ന് ഇതൊന്നും അറിയാതെ ആ കുട്ടി കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നിളാതീരത്തിരുന്ന് ആ കുട്ടി കളിക്കുകയായിരുന്നു. ആ കളിക്കുന്ന കുട്ടിയുടെ മുന്നിൽ കഥകളുമായിട്ട് കുറേയേറെ വെള്ളാരം കല്ലുകൾ പറയാം. ഇതിൽ പറയുന്ന ഒരു കഥയും പൂർണ്ണമാണെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. കാരണം ഒരു ജീവിതവും പൂർണ്ണമല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എല്ലാ ജീവിതങ്ങളും ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്കുള്ള തുടർച്ചയാണ് എന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഒരിടത്ത് പറഞ്ഞു പോകുന്നുണ്ട്, പുഴ കടലിനെ തേടുകയാണ്. കടലിൽ എത്തിച്ചേരുമ്പോൾ പുഴ മരിക്കുന്നില്ല. പുഴ അതിൻ്റെ മറ്റു പല സ്വഭാവങ്ങളിലൂടെ കടലിലൂടെ പുനർജീവിക്കുകയാണ് ചെയ്യുന്നു. ഇതിലെ പ്രധാന കഥാപാത്രം എന്ന് പറയപ്പെടുന്ന പെൺകുട്ടി, ചില സ്ഥലത്ത് അവളെ ഞാൻ അഭയ എന്ന് വിളിക്കുന്നുണ്ട്. അഭയ തൻ്റെ ജീവിതത്തിലെ
കടന്നു പോകുന്ന വഴികൾ ഒട്ടും നല്ലതല്ലാത്ത ഒരുപാട് വഴികളിലൂടെ ആ പെൺകുട്ടി കടന്നു പോകുന്നുണ്ട്. അതിനൊപ്പം തന്നെ അഭയെ മാത്രമല്ല, അഭയെ പോലെ തന്നെ ഇഷ്ടപ്പെട്ട പുരുഷന്റെ കൂടെ വിവാഹം കഴിഞ്ഞിട്ട് തൻ്റെ ഇഷ്ടം മാറ്റാതെ ഇഷ്ടപ്പെട്ട പുരുഷന്റെ കൂടെ ഇറങ്ങിപ്പോയ രുക്മിണിയേടത്തി, അതുപോലെ ആകാശം സ്വപ്നം കണ്ട് ആ ആകാശത്തിന് വേണ്ടി പറക്കാൻ തയ്യാറായി നിന്നപ്പോൾ ചില അമാവാസികളാൽ പിന്തള്ളപ്പെട്ടു പോയ രജനിയേടത്തി, പ്രണയത്തിനപ്പുറം ഓർമ്മ വച്ച നാൾ മുതൽ കാമം മാത്രം കണ്ട, പ്രണയം എന്താണെന്നറിയാതെ ജീവിതത്തിൻ്റെ ഒരു ഭാഗത്ത് ഒറ്റപ്പെട്ടു പോയ നിശീതിനി, ഇങ്ങനെ കുറേയേറെ സ്ത്രീ കഥാപാത്രങ്ങളാണ് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇത് സ്ത്രീകളുടെ മാത്രം കഥയൊന്നുമല്ല. താൻ ആദ്യം കണ്ട ഒരു സ്ത്രീയെ, ജീവിതത്തിൽ ആദ്യം ഒരിക്കൽ മാത്രം കണ്ടുപോയ സ്ത്രീയെ പ്രണയിച്ച് തൻ്റെ ജീവിതം മുഴുവൻ ആ സ്ത്രീയുമായിട്ടുള്ള താരതമ്യം കൊണ്ട് മുന്നോട്ട് പോയ ജയദേവൻ എന്ന് പറയുന്ന ഒരു പുരുഷന്റെ കഥ കൂടിയാണ്. അതുപോലെ കുറേയേറെ പുരുഷന്മാരുണ്ട് ഇതിനകത്ത്. തൻ്റെ ഭാര്യയെ പ്രണയിച്ച്, താൻ വിവാഹം കഴിച്ച സ്ത്രീയെ പ്രണയിച്ച് ആ സ്ത്രീ മറ്റൊരു പുരുഷന്റെ കൂടെ ഇറങ്ങിപ്പോയപ്പോൾ ഭ്രാന്തായി പോയ കൃഷ്ണേട്ടന്റെ കഥയാണിത്. തൻ്റെ 9 വയസ്സ് മുതലുള്ള പ്രണയത്തെ തൻ്റെ ജീവിതാവസാനം വരെ കൈപിടിച്ചു കൊണ്ടുപോയ അനിരുദ്ധന്റെ കഥയാണിത്. ഇങ്ങനെ കുറേയേറെ വ്യക്തികളുടെ അവർ അനുഭവിച്ച മാനസിക സംഘർഷങ്ങളുടെ അനിതര സാധാരണമായിട്ടുള്ള ഒരു ജീവിതമാണ് ഞാൻ ഇതിനകത്ത് വരച്ചു വച്ചിരിക്കുന്നത്. ഇതിനകത്ത് പലരെയും ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്, ഞാൻ നേരിട്ട് സംസാരിച്ചിട്ടുണ്ട്. പല വഴികളിൽ അവരെ മറ്റു പല പേരുകളിൽ ഇന്നും ഇന്നലെയുമായി ഞങ്ങൾ കണ്ടുപോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഉറപ്പ് തരുന്നു, ഇത് അവസാനിക്കുന്ന ഒന്നല്ല. ഇതിലെ ഓരോ കഥാപാത്രങ്ങളും നിങ്ങളുടെ മുന്നിലൂടെയും കൂടെ കടന്നു പോകും. ഇന്നും നാളെയും, അല്ലെങ്കിൽ ഇനി നിങ്ങളുടെ ജീവിതത്തിൽ എവിടെയെങ്കിലുമൊക്കെ ഇവർ നിങ്ങളെ കണ്ടുമുട്ടുക തന്നെ ചെയ്യും. ഈ പുസ്തകത്തിന് വേണ്ടിയിട്ട് ഒരുപാട് പേര് പ്രവർത്തിച്ചിട്ടുണ്ട്. പിന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരോടൊക്കെ നന്ദി പറഞ്ഞ് ഞാനിത് അവസാനിപ്പിക്കുകയാണ്. എനിക്ക് ഏറ്റവും ആദ്യം നന്ദി പറയാനുള്ളത്, എന്നെ കഥകൾ കേട്ട് കഥകൾ പറഞ്ഞു തന്ന് എന്നെ ഒരു കഥാകാരനാക്കി എൻ്റെ ചെറിയമ്മയോടാണ്. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു. അതുപോലെ തന്നെ ഞാൻ ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ ഒരു കാലത്ത് ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചിരുന്ന ഒരാളാണ് ഞാൻ. ഏകദേശം ഒരു 10 വർഷം ഒരു പുസ്തകം പോലും വായിക്കാതെ ഒരു ഡാർക്കിൽ ജീവിക്കേണ്ട ഒരു അവസ്ഥ ഞങ്ങൾക്ക് വന്നിട്ടുണ്ട്. അതിനുശേഷം എന്നെ കൈപ്പിടിച്ചുയർത്തിയത് മലയാളം മിഷൻ. മലയാളം മിഷൻ്റെ ഒരു അധ്യാപകൻ എന്നുള്ള നിലയിൽ ഇന്ന് മൈസൂർ മേഖലയിലായാലും കർണാടക ചാപ്റ്ററിലായാലും ശരി, ഞങ്ങളെ കൊണ്ടു നടക്കുന്ന ഒരു വലിയ വ്യക്തിത്വം ഇവിടെയുണ്ട്. മലയാളം മിഷൻ്റെ ബഹുമാന്യനായ ഡയറക്ടർ ശ്രീ മുരുകൻ കാട്ടാക്കട. അദ്ദേഹത്തോടുള്ള നന്ദി, കടപ്പാട് അതിവിടെ രേഖപ്പെടുത്തുകയാണ്. അദ്ദേഹത്തെ ചേർത്ത് വെക്കുമ്പോൾ ഒരു പേര് കൂടെ ഞാൻ അതിൻ്റെ ബാക്കിൽ വെക്കാം. അത് മലയാളം മിഷൻ്റെ കർണാടക ചാപ്റ്റർ പ്രസിഡന്റാണ് ഞങ്ങളുടെയൊക്കെ ദാമോദരൻ മാഷ്. പിന്നിലിരുന്നു കൊണ്ട് അദ്ദേഹം ഞങ്ങളുടെ കൂടെയുണ്ട്. അതുപോലെ തന്നെയാണ് ഡോക്ടർ MT ശശി, ഒരു SFI കാലത്തിൻ്റെ കൂട്ടുകാരൻ. നീ എന്തെഴുതിയാലും അത് ഞാൻ പറയുമെന്ന് പറഞ്ഞ് നടക്കുന്ന ഡോക്ടർ MT ശശി. അദ്ദേഹത്തോടുള്ള സ്നേഹവും കടപ്പാടും ഞാനൊന്ന് ഇവിടെ കുറിച്ചു വയ്ക്കുന്നു. ഈ പുസ്തകം ആദ്യം നൽകിയത് പ്രിയപ്പെട്ട ജേക്കബ് എബ്രഹാമിനാണ്. അദ്ദേഹമാണ് ആദ്യം ഇത് വായിച്ചു നോക്കിയത്. ഇതിൻ്റെ ബാക്കിലുള്ള അത് അദ്ദേഹം എഴുതിയതാണ്. ഈ പുസ്തകത്തിൽ ഒരുപക്ഷെ എന്നേക്കാൾ കൂടുതൽ അറിയാവുന്ന, അല്ലെങ്കിൽ ഞാൻ വിട്ടുപോയ കാര്യങ്ങളൊക്കെ ഇത്രയും കൃത്യമായി പറയാൻ കഴിയുന്ന ഒരു എഴുത്തുകാരനും അദ്ദേഹം തന്നെയാണ്. ഒരു മടിയുമില്ലാതെ എൻ്റെ കൂടെ നിന്ന ബഹുമാന്യനായ ജേക്കബ് എബ്രഹാമിന് ഒത്തിരി സന്തോഷം, നന്ദി. പിന്നെ ഞാനൊരു പ്രിൻ്റർ കൂടിയാണ്. ഇതിനിങ്ങനെ ഒരു ഭംഗിയുള്ള ഒരു അവസ്ഥയിലേക്ക്, ഫോർമാറ്റിലേക്ക് മാറ്റിയത് ശ്രീ സായുജാണ്. അതിനു വേണ്ടിയിട്ട് മാൻകൈൻ കുടുംബം ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. മാൻകൈൻ കുടുംബത്തിലെ 2-3 പേരെ, ലയ, വിദ്യ, അതുപോലെ തന്നെ അശ്വിനി പോലെയുള്ള മാൻകൈൻ കുടുംബത്തിലെ എല്ലാവരെയും സ്നേഹപൂർവ്വം ഞാൻ ഓർക്കുകയാണ്. അതുപോലെ തന്നെ മലയാളം മിഷൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ, ജോത്സ്യനടക്കമുള്ളവർ, പിന്നെ IPT കാലത്തിലെ എൻ്റെ കൂടെ നിൽക്കുന്ന ഒരുപാട് പേര്, CVJ അടക്കമുള്ള കുറേയേറെ ആളുകൾ, ഇവരെല്ലാവരും കൂടി ചേർന്ന ഒരു പുസ്തകമാണ്. അതുപോലെ തന്നെ ഈ പുസ്തകത്തിൻ്റെ കവർ ചെയ്തിരിക്കുന്നത് എൻ്റെ സഹോദരൻ, ഇതിൻ്റെ രതീഷാണ്. രതീഷിൻ്റെ ഭാര്യ ഇവിടെയുണ്ട്. അതുപോലെ ഈ പുസ്തകത്തിൽ ചിത്രങ്ങൾ വരച്ചിരിക്കുന്ന എൻ്റെ സഹോദരിയാണ്. അങ്ങനെ ഇതൊരു കുടുംബത്തിൻ്റെ കൂടെ കഥയാണ്. ഇതിനകത്ത് ഒരു വരി വായിച്ചിട്ട് ഞാൻ നിർത്തുകയാണ്. ഒരേ ഒരു വരിയെ ഞാൻ വായിക്കുള്ളൂ.
കഥ കേൾക്കാനായി പെൺകുട്ടി നിളയുടെ മണൽപ്പരപ്പിൽ നിവർന്നു കിടന്നു. വെള്ളാരം കല്ലുകളുടെ കഥ കേൾക്കാൻ സൂര്യൻ പടിഞ്ഞാറേ മാനത്ത് കാത്തുനിന്നു. കാറ്റു പറന്നു വന്ന് അവളുടെ മടിയിൽ നിലയുറപ്പിച്ചു. നിളയുടെ മണൽത്തരികൾ തലയുയർത്തി പെൺകുട്ടിയോട് ചേർന്നിരുന്നു. മഴമേഘങ്ങൾ വിതുമ്പലടക്കി അവൾക്ക് കാവൽ നിന്നു. നിള ഒഴുക്ക് നിർത്തി അവൾക്കൊപ്പം കഥ കേൾക്കാനിരുന്നു. വെള്ളാരം കല്ല് കഥ പറഞ്ഞു തുടങ്ങി. നന്ദി.